മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം, കൃപയോടെയുള്ള വചനങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ? നമ്മളെ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശാലോമിലാണെങ്കിലും ഡിവൈൻ ടി വിയിലൂടെ ആണെങ്കിലും മാസികകളിലൂടെയൊക്കെ വചനം കേൾക്കുമ്പോൾ ആത്മാവ് ഉജ്ജ്വലിക്കുകയാണ് ചെയ്യുന്നത്. എമ്മാവുസരിക്ക് ശിഷ്യന്മാരെ ഹൃദയം ജ്വലിച്ച് വചനം കേട്ടപ്പോഴല്ലേ? വചനം ധാരാളം പഠിക്കുക അല്ലേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലക്കെട്ട് കണ്ടല്ലോ അല്ലേ? എപ്പോഴാണ് പിന്തിരിയേണ്ടത്? മനസ്സിൽ എന്തിൽ നിന്നാണെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. പിന്തിരിയേണ്ടത് പാപത്തിൽ നിന്നാണ്. പക്ഷേ അതിനുള്ള വചന പ്രഭാഷണം 18:21 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വീഴും മുൻപേ വിനീതനാവുക, പാപം ചെയ്ത് പോകും മുമ്പ് പിന്തിരിയണം. ഞാൻ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, പാപം ചെയ്ത് കഴിഞ്ഞിട്ടല്ല കുമ്പസാരിക്കേണ്ടത്, പാപം ചെയ്യുന്നതിന് മുമ്പാണ് കുമ്പസാരിക്കേണ്ടത്. അപ്പോൾ ടെൻഷനാവുമെന്ന് എനിക്കറിയാം അല്ലേ? പാപം ചെയ്ത് പിന്നെ കുമ്പസാരിക്കുന്നത് അതിൻ്റെ അർത്ഥമുണ്ട് സഹോദരങ്ങൾ. നമുക്കറിയാം, നമ്മളെ അടുക്കലടുക്കൽ കുമ്പസാരിക്കുമ്പോൾ ഈശോയുടെ കൃപ നമ്മളിലേക്ക് ശരി. അതാണ് വീഴും മുൻപേ വിനീതനാകണം. നീ ഒരു വലിയ മാരകപാപത്തിൽ പോയി വീഴുന്നതിന് മുമ്പ് തന്നെ നീ പോയിട്ട് ആഴ്ചയിലൊന്ന് കുമ്പസാരിക്കുക അല്ലേ? അല്ലെങ്കിൽ 2 ആഴ്ചയിലൊന്ന് കുമ്പസാരിക്കുക. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിറയും. അപ്പം നീ വലിയ മാരക പാപത്തിൽ പോയി വീഴാതിരിക്കും. കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാപം ഏറ്റു വരുമ്പോൾ തന്നെ കൃപ ലഭിക്കുകയാണ് ചെയ്തത്. അതാണ് പാപം ചെയ്ത് പോകുന്നതിന് മുമ്പ് പിന്തിരിയണം. ആ പിന്തിരിയാനുള്ള മാർഗ്ഗമാണ് കൃപ സ്വീകരിക്കുക. അതിനുള്ള മാർഗ്ഗമാണ് നമ്മുടെ കുമ്പസാരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വീഴും മുമ്പേ വിനീതനാണ്, പാപം ചെയ്ത് പോകുമ്പോൾ പിന്തിരിയണം. ആ പിന്തിരിയാനുള്ള മാർഗ്ഗമാണ് കുമ്പസാരം. അല്ലാതെ വലിയ കുറേ പാപം ചെയ്തിട്ട് അങ്ങനെയല്ല അതിൻ്റെ ശരിക്കുള്ള സഭ നൽകുന്ന അർത്ഥം. അത് കൃപ അല്ലേ? പാപമോചനം മാത്രമല്ല, പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കൂടിയാണ് കുമ്പസാരത്തിൽ കിട്ടുന്നത്. ഈശോ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.